ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഹ്ലിയെ പറ്റിയാണ്. ലിയോയ്ക്ക് ശേഷം ലോകേഷ് കനകരെ അടുത്ത സംബന്ധം ചെയ്തൊരുക്കുന്ന സിനിമയാണ് കോഹ്ലി. ഈ വരുന്ന ഓഗസ്റ്റ് 14 തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസ് എത്താൻ പോകുന്നത്. ഒരു 9 സ്റ്റാർ കാസ്റ്റിൽ വരുന്ന സിനിമയിൽ രജനീകാന്തിനെ കൂടാതെ തന്നെ നമ്മുടെ മലയാള നടൻ സോബിൻ ഷാഹിർ എത്തുന്നുണ്ട്. കൂടാതെ നാഗചൈതന്യയുണ്ട്, പ്രകാശ് രാജൊക്കെ സിനിമയിൽ എത്തുന്നുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 14 തീയതി ഒരു ബിഗ് ക്ലാഷുമായിട്ടാണ് സിനിമ വരുന്നത്. ബോളിവുഡ് സിനിമ വാർ 2 ക്ലാഷ് റിലീസാണ് ഈ ഒരു സിനിമ. ലോകേഷ് കനകച്ചപ്പെടായതുകൊണ്ട് തന്നെ സിനിമയുടെ പ്രതീക്ഷ വളരെയേറെയാണ്. ബോളിവുഡിൽ നിന്ന് അമീർ ഖാൻ പോലും ഈ ഒരു സിനിമയിൽ ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോസിൽ എത്തുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും റോളക്സ് പോലെ വന്ന് കത്തിച്ചിട്ട് പോകുന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും. ഇതിൽ വമ്പൻ താരത്തിൻ്റെ ഭാഗമാവുന്ന ഈ ഒരു സിനിമയെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സിനിമയിലെ 3 സിംഗിളും പുറത്തു വന്നു. അത് ചിക്കത്ത് വൈബ് വന്നു നൈസ് പാട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ മോണിക്ക വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കിയോളം പറയണ്ടല്ലോ. സൗബിനൊക്കെ കയറി ആറാട്ടിയ പാട്ടായിരുന്നു. എന്താ വെച്ചാൽ പൂജ ആയിട്ടുണ്ടെങ്കിലും ആരും നോക്കുന്നത് പുള്ളിക്കാരത്തിനല്ല കേട്ടോ. എല്ലാവരും കണ്ട് സൗബിൻ്റെ മേലാണ്. സൗബിനെ കണ്ട് തകർത്ത ആടിരിക്കുകയാണ് പാട്ടിൽ. സിനിമയിൽ എങ്ങനെയാണെന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ടി വരും. ഈ സിനിമയെ പറ്റി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ വന്നിരിക്കുന്ന 2 സിംഗിൾസിന് പുറമെ ഇന്നലെയായിരുന്നു 3rd സിംഗിൾ പുറത്ത് വന്നത്. അത് കൂടി ദ പവർ ഹൗസ് എന്ന് എൻ്റെ പോകുന്നത് തിയേറ്ററിൽ വേറെ ലെവൽ വൈബായിരിക്കും. ഒരു ഡൗട്ടില്ലാതെ പറയാൻ കിട്ടില്ല സോങ്. പിന്നെ അനിരുദ്ധ് പണ്ടെന്ന് പറയുക പണ്ണലുകൾ എന്നെ പാട്ടാണ് ഇത്. തിയേറ്ററൊക്കെ കോരിത്തായിരിക്കുന്നത് ഒരു സംശയമില്ല. കിടില സോങ് കിടിലായിട്ട് വന്നിട്ടുണ്ട്. കുലി പവർ ഹൗസ് അങ്ങനെ പാടുന്നില്ല, പാടിക്കുന്ന വേറെ ലെവലിലേക്ക് പോവത്. പാട്ടിന് കാര്യം പറയാലോ, കിടിലം പാട്ട് കേട്ടോ. കാരണം അതിൻ്റെ ഒരു വൈബിൽ ചെയ്തേക്കൽ പൊള്ളിച്ചട്ടിക്കിയിട്ടുണ്ട്. നമുക്ക് പാട്ടിന് മനസ്സിലാക്കാൻ പറ്റും. പുള്ളിക്കാരൻ അത്യാവശ്യം ഓൾഡായിട്ടാണ്. പുള്ളിക്കാരൻ ഒരു ബൈക്ക് ഉണ്ട്. ഒരു ബൈക്ക് കാണപ്പോൾ തന്നെ ആൾക്കാർ നിന്ന് വിറയ്ക്കുകയാണ്. അപ്പോൾ ഒരു ബൈക്കിന് തന്നെ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അപ്പോൾ അത്രയും കരുത്തനായ ഒരു വില്ലനായിരിക്കും കൂലി ദ പവർ ഹൗസ് എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു പവർ ഹൗസ് വെച്ച് നടക്കുന്നൊരു ഫൈറ്റാണ് സോങ്ങിൻ്റെ മെയിൻ തീം. വീഡിയോ സോങ് വരുമ്പോൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കൂടാതെ ഒരു 9 സ്റ്റാർ കാസ്റ്റ് സൗബിനെ എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു സിനിമയുടെ ട്രെയിലർ ഓഗസ്റ്റ് 3 തീയതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരട്ടെ. എന്താ ലോകേഷിൻ്റെ കയ്യിൽ ഈ സിനിമ അടിപൊളിയായിരിക്കും. അത് പുള്ളിക്കാരൻ വേണ്ട രീതിയിൽ അതിൻ്റെ പവറായിട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഡൗട്ട് വേണം. ഇത് LCയിൽ വരുമോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം. അത് ചോദിച്ചാൽ വരാൻ തന്നെയാണ് ചാൻസ്. അത് പകുതി ഞാൻ പറയുന്നത് LC സിനിമയായിരിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ലോകേഷ് കനകരാജ് പറഞ്ഞിരുന്നു ആദ്യം സൗബിൻ്റെ ഒരു ഡയൽ എന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഫഹദിനെയാണ് നോക്കിയിരുന്നുള്ളത്. നമുക്കെല്ലാം ഉറപ്പുണ്ടോ? പുള്ളിക്കാരനല്ലേ പറഞ്ഞത്. പുള്ളിക്കാരൻ നമ്മൾ LC അല്ലാണ്ട് പ്രതീക്ഷിച്ച സിനിമയ്ക്ക് കാരണം അങ്ങനെ LC നമ്മൾ ഞെട്ടണം. അതാണെങ്കിലോ ഇപ്പോൾ ലോകേഷ് കനകരാജിൻ്റെ ഉദ്ദേശം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. LC കണക്കുള്ള സിനിമ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഒരു സിനോപ്സിസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്കത് എല്ലാവരും നമ്മുടെ പോലെ ഡീകോഡ് ചെയ്ത് പറഞ്ഞതാണ്. അത് പിന്നെ ഡീകോഡ് ചെയ്തൊക്കെ വെച്ചിട്ട് തന്നെയാണ് ആ ഒരു സൈനോപ്സിസ് അവർ പുറത്തിറക്കിയിട്ടുള്ളത്. എന്നാലും സൈനോപ്സിസ് ഒരു കഥ പറയുകയാണെങ്കിൽ അതൊരു വേറെ റേഞ്ച് തന്നെ ഇരിക്കും. അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു ഫീൽഡിലോട്ടൊന്ന് വിട്ടുപോയ നായകൻ കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ആ ഒരു ഫീൽഡിലേക്ക് വരികയാണ്. അതായത് ഈ ഒരു വാച്ചിനുള്ളിലുള്ള ആ ഒരു പരിപാടി. അപ്പോൾ പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയുടെ മെയിൻ തീമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തായാലും ബാക്കി സിനിമ വരുമ്പോൾ തന്നെ കാണാം. നോർത്തിൽ പിടിച്ചെടുക്കാൻ തന്നെയാണ് അമീർ ഖാനും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നോർത്ത് നല്ല രീതിയിൽ സപ്പോർട്ടാണ്. വാറിന് സിനിമയ്ക്ക് കിട്ടുന്നെങ്കിൽ കൂടുതൽ റെസ്പോൺസ് എല്ലാം വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു സിനിമയ്ക്കാണ്. നോർത്ത് അമീർ ഖാൻ എത്തിയതുകൊണ്ട് തന്നെ ആ ഭാഗം സേഫാണ്. അതുപോലെ മോളിവുഡിൽ നിന്ന് സൗബിയുണ്ട്, പിന്നെ രജനീകാന്തിൻ്റെ ഫാൻസ് തന്നെ പറയുന്നുണ്ടല്ലോ കേരളത്തിൽ. എന്തായാലും തിയേറ്ററിലൊക്കെ പാലഭിഷേകം എന്തായാലും 1000 കോടി തന്നെ കണ്ണു വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം കോഹ്ലി വരുന്നത്. ടോളിവുഡിൽ നിന്ന് ആദ്യമായിട്ടൊരു 1000 crore അതാണ് ഈ സിനിമയിലൂടെ സാധിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ കോഹ്ലിയെ പറ്റി പറയുന്നൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പടക്കളം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ. ബൈ.